അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാൽക്കുലേറ്റ് ടൈം നീഡഡ് ഫോർ ദി 70% കംപ്ലീഷൻ ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഗിവൺ ദാറ്റ് ടി ഹാഫ് 30 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ടി ഹാഫിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട് 30 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് വി നോ ദി ഇക്വേഷൻ ഓഫ് ടി ഹാഫ് ദാറ്റ് ഈസ് എ നോട്ട് ഡിവൈഡ് ബൈ 2k. ഓൾ റൈറ്റ്. ഇനി 70% കംപ്ലീഷൻ ചെയ്ത് 70% കംപ്ലീഷൻ എന്ന് പറയുന്നത് ബാക്കി 30% ഉണ്ട് എന്നാണ്. എ നോട്ടിൻ്റെ 30% ബാക്കിയുണ്ട്. ദാറ്റ് മീൻസ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ നോട്ടിൻ്റെ 30%, ദാറ്റ് ഈസ് 30/100, ദാറ്റ് ഈസ് എ നോട്ട് ഇൻറ്റു 3/10 എന്ന് പറയാൻ പറ്റും. എ നോട്ടിൻ്റെ 3/10. ഓക്കെ, അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? എ നോട്ട് മൈനസ് എ ടി ബൈ കെ ദാറ്റ് ഈസ് ഇക്വൽ ടു ടി അല്ല. അപ്പോൾ ഞാൻ എ ടിയുടെ പകരം 3/10 എ നോട്ട് 3/10 എ നോട്ട് കൊടുക്കുകയാണ്. 3/10 എ നോട്ട് കൊടുത്തതിന് കാൽക്കുലേറ്റ് 7 എ നോട്ട് ബൈ 10k എന്ന് കിട്ടും തോന്നുന്നു അല്ലേ? നോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ T70% കംപ്ലീഷൻ. സോ T70% കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ വാല്യൂ കണ്ടെത്താണ് പറയുന്നത്. ദാറ്റ് ഈസ് 7 എ നോട്ട് ബൈ 10k. ഓക്കെ, ഒന്ന് ഡിവൈഡ് ചെയ്താളെ അല്ലേ? കെ മൊത്തം എ നോട്ട് 10 2 2 5. അപ്പോൾ നമുക്ക് കിട്ടും 30/x ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അല്ല സോറി, വെറും 5 അല്ല, 5/7 എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 7/5. ഇത് കട്ടായി 6. സോ 42 മിനിറ്റ്സ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ T70% കംപ്ലീഷൻ. 42 മിനിറ്റ്സ് ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി വേറൊരു മെത്തേഡും കൂടിയുണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആണ്. കാരണം സീറോ ഓർഡർ റിയാക്ഷൻ ആണല്ലോ. ഇതെന്ത് റിയാക്ഷനാണ്? സീറോ ഓർഡർ റിയാക്ഷൻ. ആൻഡ് സീറോ ഓർഡർ റിയാക്ഷൻ പ്രത്യേകത റേറ്റ് ഈസ് ഈക്വൽ ടു എയർ റൈസ് ടു 0 ഇൻറ്റു കെ. ദാറ്റ് മീൻസ് റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് അല്ല. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഇക്വറ്റ് ആണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എപ്പോൾ മാറാൻ? ടെമ്പറേച്ചർ മാറിയത്. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റിൻ്റെ പോക്ക് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ നേരെ ഒരു വളവും തിരുവൊന്നുമില്ല. ഇതേപോലെ തന്നെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ് യൂണിഫോം ആയിട്ടാണ് പോകുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ് 30% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ 30% ഇവിടെ കൊടുത്തതിലാണ് 50% അല്ലേ? ടി ഹാഫ് വന്നിട്ടുണ്ട്. സോ നോക്കിക്കോ, 50% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 75% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റ് എടുക്കും? ഇവിടെ യൂണിറ്ററി മെത്തേഡ് അപ്ലൈ ചെയ്യാം. യൂണിറ്ററി മെത്തേഡ് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും? ബിക്കോസ് റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്, അതുകൊണ്ടാണ്. സോ 30 ഇൻറ്റു 75/50 എന്ന് കിട്ടും. ഓൾ റൈറ്റ്. ഇത് ക്യാൻസൽ. ഇത് 15 ആണ്. അപ്പോൾ ഇവിടെ 70% ആണുള്ളത്. സോറി. സോ ഇവിടെ 75ൻ്റെ പകരം 70 കൊടുക്കണം. സോ 30 ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 50 ആൻഡ് ദിസ് ഗോൺ. ഓക്കെ, ഇത് 14 ക്യാൻസൽ ആവും. 14 3 ദാറ്റ് ഈസ് 42. ഇങ്ങനെ ഉത്തരം കിട്ടും. ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. പക്ഷേ നമ്മളെപ്പോഴും ഡയറക്റ്റ് ബേസിക് മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് ലാഭം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിലേക്ക് പോവാം. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്താണ് പറയുന്നത്? ഒരു റിയാക്ടൻ്റ് അയാൾ പ്രൊഡക്റ്റായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ റേറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എങ്ങനെയാണ് പറയുന്നത്? എ റൈസ് ടു 1. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് ഇൻറ്റു കെ. ശരി, ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ ഇതിവിടെ കോഫിഷ്യൻറ്റ് 1 ആയതുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ നമ്മൾ എഴുതാൻ? -dA/dt. ഓക്കെ, ഇക്വേഷൻ മെത്തേഡ്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇതിൻ്റെ അകത്തുള്ള റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് ദാറ്റ് ഈസ് എയുടെ കോൺസെൻട്രേഷൻ ഇൻറ്റു കെ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ കെ ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ -dA/എയുടെ കോൺസെൻട്രേഷൻ, ഇവിടെ എയുടെ കോൺസെൻട്രേഷൻ തന്നെ കേട്ടോ, ഇസ് ഈക്വൽ ടു കെ ഡി ടി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ നോട്ട് എന്ന് പറയാം, ഫൈനൽ കോൺസെൻട്രേഷൻ എ ടി. കാരണം റിയാക്റ്റൻസ് ലാസ്റ്റ് എന്താണ് കൺസ്യൂം ചെയ്ത് ലാസ്റ്റ് പ്രൊഡക്റ്റിലേക്ക് മാറും. അതുകൊണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്തോ എ നോട്ട് ഉണ്ടാവും, അത് റിയാക്ട് ചെയ്ത് ലാസ്റ്റ് എ ടിയിൽ ഏതോ ടൈമിലുള്ള ഒരു കോൺസെൻട്രേഷനായി മാറും. അത്രേ ഉള്ളൂ. ഇതോ ടൈം 0 മുതൽ t സെക്കൻഡ്സ് വരെ എന്ന് പറയാം. ഓൾ റൈറ്റ്. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തത് ln എന്ന രീതിയിൽ വരാണ്. ln ഒരു മൈനസ് ഉള്ളത് കൊണ്ട് ln എ നോട്ട് മൈനസ് എ ടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നായിട്ട് വേണ്ടത്. പക്ഷേ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ തലയിരിച്ചു. ഇങ്ങനെയല്ല വേണ്ടത്. ln എ നോട്ട് മൈനസ് ln എ ടി എന്നല്ല, ln എ നോട്ട് ബൈ എ ടി എന്ന രീതിയിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ടി. ഈ ഇക്വേഷൻ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇനി ഇതെല്ലാം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഇക്വേഷൻ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. എന്താണ്? ഇവിടെ എ നോട്ടിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ എ ടിയുടെ ടേംസിൽ ഞാൻ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് എ നോട്ട് ബൈ എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എലൻ്റെ അർത്ഥം ഇ ഉണ്ട് എന്നാണ്. സോ ഇ റൈസ് ടു കെ ടി. സോ എ ടി ഇസ് ഈക്വൽ ടു എ നോട്ട് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ ടി. ഓക്കെ, മാത്തമാറ്റിക്കലി ചെയ്താൽ തിരിയും. കറക്റ്റ്. ഓക്കെ, അതും കിട്ടി. പിന്നെ എന്താ വേണ്ടേ? ഇനി എലൻ്റെ കേസ് നമ്മൾ എലൻ അധികം ഉപയോഗിക്കുന്നൊന്നുമില്ല എവിടെയും. എലൻ നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ലോഗിലാണ് എല്ലാം ഉണ്ടാവുക. സോ 2.303 നമ്മൾ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യും. ലോഗ് എ നോട്ട് ബൈ എ ടി ഇസ് ഈക്വൽ ടു കെ ടി എന്നുള്ളൊരു ഇക്വേഷൻ കൂടി കിട്ടും. ഇതാണ് മെയിനായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഡെറൈവ് ചെയ്യുന്നത് തന്നെയാണ് പഠിച്ചാൽ മതി.
ഡയറക്റ്റ് ഇങ്ങനെ ഓർമ്മിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ആ ഡെറിവേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അടുത്തെന്താണ് കാൽക്കുലേഷൻ ഓഫ് T50% അല്ലെങ്കിൽ T12. T12ൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതിനോ അറിയില്ല, പക്ഷേ എന്താണ് അർത്ഥം? T12ൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 50%. ഇപ്പോൾ എന്താണ് റിയാക്റ്റൻ്റ് ഉള്ളത് അതിൻ്റെ 50% തീരാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുക്കുന്നത് അതിന് നമ്മൾ പറയുന്ന സംഭവമാണ് T12. അത്രേ ഉള്ളൂ. സോ അങ്ങനെ ആവുന്ന സമയത്ത് 50% തീരണം. അപ്പോൾ ഇനീഷ്യൽ ഞാൻ A0 കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ 50% തീർന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ AT എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എന്തായിരിക്കും? അത് A0/2 ആവും. ആണല്ലോ, ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. ദാറ്റ് ഈസ് വി നോ ദ ഇക്വേഷൻ ദാറ്റ് ഈസ് KT is equal to 2.303 into log A0/AT. അപ്പോൾ AT എന്ന് പറയുന്നത് എന്തായിരുന്നു? A0/2 ആണ്. സോ A0/2 മുകളിലോട്ട് A0 ക്യാൻസൽ ആവും. അപ്പോൾ 2 log 2 എന്ന രീതിയിൽ വരും. ദാറ്റ് ഈസ് ഇപ്പോൾ ഉള്ള T എന്ന് പറയുന്നത് T12 ആയിട്ട് എടുക്കാം. ആ T എന്ന് പറഞ്ഞാൽ T12ൻ്റെ കേസിലാണ്. സോ 2.303 ഇൻറ്റു log 2യുടെ വാല്യൂ ദാറ്റ് ഈസ് 0.30 ഹോൾ ഡിവൈഡഡ് ബൈ K. ഇതിൻ്റെ ഒരു ഈ കോൺസ്റ്റൻസ് എല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ആണ് 0.693/K. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൻ്റെ ടൈം എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അത് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി റേറ്റ് കോൺസ്റ്റൻറ്റ്, അല്ലാണ്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ വാല്യൂ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു നോക്കുക, 0.693/K. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിച്ച് വെച്ചോ, T12 എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റൈറ്റ്. അപ്പം കാൽക്കുലേഷൻ ഓഫ് T99.19%. അപ്പോൾ 99.9% ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താണ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര ബാക്കിയുണ്ട്? 0.1% ബാക്കിയുണ്ട്. റൈറ്റ്. 0.1% ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് A0ൻ്റെ എത്രയാണെന്ന് വെച്ചാൽ A0 ഇൻറ്റു 0.1%. ഇനി 0.1% അങ്ങനെ പറയാൻ A0 ഇൻറ്റു 0.1/100 ദാറ്റ് ഈസ് A0/1000 ആണ് ബാക്കിയുള്ളത്. അതാണ് നമ്മുടെ AT. കാരണം AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ ബാക്കിയുള്ള ആ ഒരു കോൺസെൻട്രേഷനാണ് നമ്മൾ AT എന്ന് വിളിക്കുക. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? 2.303 into log A0/AT. റൈറ്റ്. A0/AT അതെന്ന് പറഞ്ഞാൽ എന്താണ്? A0/1000. 1000 മുകളിലോട്ടേക്ക് 1000 10³ ആണ്. ആൻഡ് log 3 ഇപ്പോൾ 3 പുറത്തോട്ടേക്ക് ലാസ്റ്റ് വരും. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് തിരിക്കും, അല്ലാണ്ട് മാത്സ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പറയേണ്ട ആവശ്യമില്ല. 3 is equal to KT99.9%. ആൻഡ് ഒരു ഡയറക്റ്റ് ബൈ K ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്ര കേട്ടോ? 6.909/K is equal to T99.9 എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇനി വേറൊരു നമ്മൾ T12ൻ്റെ വാല്യൂ കണ്ടെത്താൻ വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ നമ്മുടെ T99.9% കംപ്ലീഷന് T12 ആയിട്ട് റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ T12 കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അന്നേരം നമുക്ക് എന്ത് കിട്ടും? T99.9% കംപ്ലീഷൻ്റെ ടൈമും കൂടി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി കാൽക്കുലേഷൻ ഓഫ് 87% ഓഫ് ദി ഇനീഷ്യൽ റിയാക്ടൻറ്റ്. നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ്. 87.5%ൻ്റെ കാൽക്കുലേഷൻ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തതിന് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ T12 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ലാഭം. സോ T12 ആയിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ T12 എന്നല്ല, സോറി, 87.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തവണ ഓഫ് T12 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പീഡ് മെത്തേഡ് ഉണ്ട്. ആ സ്പീഡ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാൻ പോവാം. ഓക്കെ. അപ്പോൾ കാരണം ഞാൻ പറയുകയാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 100 ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പോൾ 100ൽ നിന്ന് 50ലേക്ക് പോകണമെങ്കിൽ എന്തെടുക്കുക? T12 സമയം എടുക്കും അല്ലെ? ഡെഫിനറ്റ്ലി T12 സമയം എടുക്കും. കാരണം എന്താണ്? കോൺസെൻട്രേഷൻ പകുതിയായിട്ടുണ്ട്. ശരി. ഓക്കെ. ഇനി 50ൽ നിന്ന് 25ലേക്ക് പോകണമെങ്കിൽ ഇതെന്ത് റിയാക്ഷനാണ്? ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ പ്രത്യേകത അതിൻ്റെ T12 നമ്മൾ 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ A0/2K ആണ് എന്ത് T12. അപ്പോൾ അവിടെ നമുക്ക് കോൺസെൻട്രേഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു T12. അപ്പം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താണോ അതിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ത് T12. അപ്പോൾ ഇവിടെ എന്ത് 50 എന്നും നോക്കുന്നില്ല, പകുതി ആവുന്നുണ്ടോ? അപ്പോൾ സെയിം എന്താ സംഭവിക്കുന്നത്? പകുതിയാണല്ലോ ആവുന്നത്. ആണ്. പകുതി ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേരത്തെ എടുത്ത് അതേ T12 ഇപ്രാവശ്യം കൊടുക്കുക. സോ ഇപ്രാവശ്യം സെയിം T12 എടുക്കാൻ. അതേപോലെ ഇയാൾ പകുതി ആവണമെങ്കിൽ 12.5 ആണ്. അയ്യോ ഇങ്ങനെയല്ല, 12.5ലേക്ക് മാറാൻ. അപ്പം ഇതേ T12 തന്നെയാണ് എടുക്കാൻ. ഇയാൾ പകുതി ആവുന്നുണ്ടെങ്കിൽ 6.25 ആണ്. അപ്പോഴും ഒരേ T12 തന്നെയാണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 25 ബാക്കിയുള്ള 25 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് 75% കംപ്ലീഷൻ എന്നാണ്. ബാക്കി 25. അപ്പോൾ 75% ഓൾറെഡി റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 75% കംപ്ലീഷൻ നോക്കാം. T12 + T12 + 2T12. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 75% കംപ്ലീഷനുള്ള T എന്ന് പറയുന്നത് ദാറ്റ് ഈസ് T12ൻ്റെ 2 ടൈംസ് ആണെന്ന് പറയുന്നത്. കാരണം 2 ടൈംസ്. ഇനി 12.5 എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കിയുള്ളത് 12.5. അപ്പോൾ അതിൻ്റെ അർത്ഥം 87.5% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി T12.
അപ്പോൾ 87.5. അപ്പോൾ പറഞ്ഞിട്ട് 3 തവണ ഞാൻ ടി ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 87.5% കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും. ഓക്കെ, 6.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6.25 എന്ന് പറഞ്ഞാൽ 100 നിന്ന് 6.25 കുറച്ചാണ് കിട്ടും. അപ്പോൾ അതൊരു മെത്തേഡ്, അതൊന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് എന്താ, ക്വസ്റ്റ്യൻ എന്താ, an organic compound undergoes first order decomposition if the time taken for 60% decomposition is 540 seconds. ഓൾറൈറ്റ്, ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓൾറൈറ്റ്, അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇക്വേഷൻസ് എങ്ങനെ ചിന്തിക്കാം. ഇക്വേഷൻസ് എന്തായിരുന്നു? 2.303 ഇൻറ്റു ലോഗ് A0/AT is equal to KT. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓൾറൈറ്റ്, ഇവിടെ എന്ന് വെച്ചാൽ 60% കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 60% കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഡിക്കമ്പോസ് ആയിട്ടുണ്ട്. ബാക്കി എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 40% ഉണ്ട്. ദാറ്റ് മീൻസ് A0ൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40/100 of A0, that is A0 into 4/10 എന്ന് പറയാൻ പറ്റും. റൈറ്റ്, സോ 4/10 80യുടെ പകരം A0 into 4/10 എടുക്കും. അപ്പോൾ 10/4 എന്ന് പറയുന്ന സാധനം A0 ക്യാൻസൽ ആയി. സോ 2.303 ഇൻറ്റു ലോഗ് 10/4 ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു T60 എന്ന് പറയാൻ പറ്റും. റൈറ്റ്, T60 ആ ഇൻഫോർമേഷൻ ഗിവൺ. ഇനി അടുത്ത ദിവസം എന്താണ് അത്? ഓക്കെ, ആ T60 ഗിവൺ ആണ്. ദാറ്റ് ഈസ് 540 സെക്കൻഡ്സ്. ഗുഡ്, നന്നായി. 540 സെക്കൻഡ്സ് ഗിവൺ ആണ്. ഗുഡ്. ഇനി അടുത്ത് എന്താ വന്നിട്ടില്ലേ? ടൈം റിക്വയർ ഫോർ 90% കംപ്ലീഷൻ ആണ് ചോദ്യം. സോ ഓക്കെ, 2.303 ഇൻറ്റു ലോഗ് A0 തന്നെ. പിന്നെന്താണ് 90% കംപ്ലീഷൻ. ദാറ്റ് മീൻസ് A0ൻ്റെ 90% ദാറ്റ് ഈസ് 9/10 എന്ന് പറയാൻ പറ്റും. 9/10 തലയിരിച്ച് എന്തുകൊണ്ട് വരുന്നത്? കാരണം അടിയിലാണ് 80 വരുന്നത്. സോ അടിയിൽ 80 വരുന്ന സമയത്ത് നമുക്ക് പറയാനായിട്ട് 10/9 എന്നുള്ള സാധനം ബാക്കി വരുന്നുണ്ട്. K ഇൻറ്റു T90 ഇതാണ് കണ്ടെത്താൻ പറയുന്നത്. ഒന്ന് ഡിവൈഡ് ചെയ്യുക. 2.3 K ഡൺ. ഓൾറൈറ്റ്, സോ ഇനി എന്ത് ചെയ്യും? ഇത് ലോഗ് 5/2 എന്ന് പറഞ്ഞൂടെ? 5/2 എന്ന് പറയാം. ലോഗ് 5/2 എന്ന് പറഞ്ഞാൽ ലോഗ് 5 മൈനസ് ലോഗ് 2. ലോഗ് 5ൻ്റെ വാല്യൂ 0.7, ലോഗ് 2യുടെ വാല്യൂ 0.3. സോ 0.5 മൈനസ് 0.3 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. സോ എല്ലാം കൂടി മുകളിലുള്ള സാധനം 0.4 എന്ന് കിട്ടും. ഓൾറൈറ്റ്, 0.4 ഇൻറ്റു T90 ദാറ്റ് ഈസ് ഈക്വൽ ടു 540 ഇൻറ്റു ലോഗ് 10/9. 10/9 ലോഗ് 10 മൈനസ് ലോഗ് 3/3 ആ ഒരു രീതിയിൽ. ഓക്കെ, ആൻഡ് ലോഗ് 3യുടെ വാല്യൂ എത്രയാണ്? ഇവിടെ വലിയൊരു മണ്ടത്തരം സംഭവിച്ചിട്ടുണ്ട്. എന്താ മണ്ടത്തരം? കണ്ടെത്ത്. മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% കംപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 10% ആണ് ഉള്ളത്. റൈറ്റ്, 10% എന്ന് പറഞ്ഞാൽ 80 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A0ൻ്റെ 10%. ദാറ്റ് ഈസ് 10 അല്ല 1/100 ആണല്ലേ? 10% 10/100 ദാറ്റ് ഈസ് 1/10 ആണ്. സോ ഇവിടെ ലോഗ് 10 ദാറ്റ് ഈസ് ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണ് വേണ്ടത്. റൈറ്റ്, സോ T90 ഈസ് ഈക്വൽ ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. എത്രയാണ് T90 എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 540 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10⁻⁻1. അത് മുകളിലോട്ട് കൊണ്ട് 10. ഇത് എത്രയിൽ പോകും? ഇത് 3 12 2 0 ഇത് 5. റൈറ്റ്, സോ ഇത് 135 ആണ്. ഒരു 0 ഉണ്ട്. 1350. ഒരു എക്സ്ട്രാ 0 കൂടി വരും. എക്സ്ട്രാ 0 ഇയാൾ കയറാം. സോ 1350 സെക്കൻഡ്സ് ആണ് ഉത്തരം. ഇതിനാണ് ഉത്തരം 1350 സെക്കൻഡ്. ഇനി കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. എന്താ? റേറ്റും കോൺസെൻട്രേഷൻ തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫസ്റ്റ് ഓർഡർ ആയി കേട്ടോ, 1 ഇൻറ്റു K. ഐ മീൻ റേറ്റും കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കാരണം എന്താ? Y ഈസ് ഈക്വൽ ടു MX എന്ന് പറയുന്ന ഫോർമാറ്റിൽ M എന്ന് പറഞ്ഞാൽ ഇവിടെ K ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഓക്കെ ഡൺ. ഇനി റേറ്റും ടൈമും തമ്മിൽ എന്താ ബന്ധം? റേറ്റും ടൈമും തമ്മിൽ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടോ? ചിന്തിച്ച് നോക്കും കേട്ടോ. റേറ്റ് നമുക്ക് കോൺസെൻട്രേഷനായിട്ട് ബന്ധപ്പെട്ട് അറിയാം, റേറ്റ് കോൺസെൻട്രേഷൻ അറിയാം. ഇനി കോൺസെൻട്രേഷൻ്റെ ഒരു കഥ നമുക്കറിയാം. നമുക്ക് എന്തെങ്കിലും 80 നമ്മൾ നേരത്തെ എവിടെ ചെയ്തിട്ടുണ്ട്. എനിവേസ് നമ്മൾ ആ ഇക്വേഷൻ തന്നെ ഡെറൈവ് ചെയ്തൊരു സംഭവമാണ്. എന്ത്? 80 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A0 ഇൻറ്റു e⁻KT എന്ന് പറഞ്ഞ ഇക്വേഷൻ. റൈറ്റ്, സോ 80 എന്ന് പറഞ്ഞാൽ ഏതോ ടൈമിലെ കോൺസെൻട്രേഷൻ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 80 തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ ഇവിടെ എഴുതാം. A0 ഇൻറ്റു e⁻KT ഇൻറ്റു K. സോ ഡെഫിനറ്റ്ലി എന്താണ് ഇവിടെ A0 K എല്ലാം കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ റേറ്റ് എന്തായാലും ടൈമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായി. റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയാണ് എന്താണ് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിട്ടാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിട്ട് ഇനി ടിയുടെ വാല്യൂ അത് 0 ആണെങ്കിൽ ടിയുടെ വാല്യൂ 0, അപ്പോൾ e⁻0 ദാറ്റ് ഈസ് 1. സോ A0 ഇൻറ്റു K അതാണ് ഇവിടെ A0 ഇൻറ്റു K എന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത്. ഓൾറൈറ്റ്, ഓക്കെ. ഇനി എയും ടൈമും തമ്മിൽ 80 ടൈമും തമ്മിൽ അതിപ്പോൾ ഞാൻ ഈ ഗ്രാഫ് ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണെന്നറിയാം. എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്. ഇനി ടൈമിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 0 ആണെങ്കിൽ ടൈമിൻ്റെ വാല്യൂ 0 ആക്കി. 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി e⁻0 ദാറ്റ് ഈസ് 1. സോ A0 ആണ്, അതാണ് ഇവിടെ A0 ഉള്ളത്. ഓൾറൈറ്റ്, ഇനി അടുത്ത ഗ്രാഫ് 4 നോക്കാം. ln ATയും തമ്മിലുള്ള ഒരു ഗ്രാഫ്. സോ നമ്മൾ ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിയ ln A0 ഡിവൈഡ് ബൈ AT ദാറ്റ് ഈസ് ഈക്വൽ ടു KT എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം കിട്ടിയ ഡിഫറൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പം കിട്ടിയ ഒരു ഇക്വേഷൻ. റൈറ്റ്, ഇത് ഞാൻ ഇങ്ങനെ എഴുതാൻ പോകാം. ln A0 മൈനസ് ln AT ദാറ്റ് ഈസ് ഈക്വൽ ടു KT ആൻഡ് ln AT ദാറ്റ് ഈസ് ഈക്വൽ ടു ln
എ നോട്ട് മൈനസ് കെ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം വെച്ചിട്ടൊരു ഗ്രാഫ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു എന്താ ഡിക്രീസിങ് ഗ്രാഫ് ആയിരിക്കും. കാരണം എന്താണ്, സ്ലോപ്പ് മൈനസ് കെ ആണ്, മൈനസ് ആണ്, സ്ലോപ്പ് താഴോട്ടേക്ക് പോകുന്നുണ്ട്. ഇനി ടൈമിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ടൈമിൻ്റെ വാല്യൂ 0 ഇട്ട് നോക്ക്. ടൈമിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ln AT എന്ന് പറഞ്ഞാൽ അത് ln A നോട്ടാണ്. അപ്പോൾ ln AT എന്ന് പറഞ്ഞാൽ ln A നോട്ട്, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്. അതേപോലെ ടൈമിൻ്റെ വാല്യൂ എന്താണ്, ഇനി അഥവാ ln ATയുടെ വാല്യൂ 0 ആവുന്നത് എപ്പോഴാണ്? ln ATയുടെ വാല്യൂ 0 ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ln A നോട്ട് ഈസ് ഈക്വൽ ടു KT. സോ ആ ടൈം എന്ന് പറഞ്ഞാൽ അത്ര ln A നോട്ട് ഡിവൈഡ് ബൈ കെ, അതാണ് ഇവിടെ കൊടുത്തിട്ട് ln A നോട്ട് ബൈ കെ. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ടി ഹാഫും എ നോട്ടും തമ്മിൽ ഒരു ബന്ധമില്ല ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ. കാരണം ടി ഹാഫിൻ്റെ വാല്യൂ 0.693 ബൈ കെ ആണ്. അതിൽ ഇവിടെ ഒരിക്കലും ഒരു എ നോട്ടിൻ്റെ ടേം ഒന്നുമില്ല, അതുകൊണ്ട് ഒരു ബന്ധമില്ല കാര്യം. ഇനി എ നോട്ട് മൈനസ് AT അതൊരു ബന്ധം, ആ ഒരു ഗ്രാഫ് ഇത് മാത്രം കുറച്ച് വിയേഡ്. നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ എ നോട്ട് അല്ല, സോറി, ടൈമിനനുസരിച്ച് എ എന്ന് പറഞ്ഞാൽ എ നോട്ട് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് KT. ഓൾ റൈറ്റ്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എ നോട്ട് മൈനസ് AT എന്ന് പറയുന്നത് എന്താണ്? എ നോട്ട് മൈനസ് AT എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ നോട്ട് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് KT. അതാണ് ഇക്വേഷൻ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഐ കുഡ് സേ ദാറ്റ് എത്രയാണ്, എ നോട്ട് കോമൺ എടുക്കാം പറ്റോ, എ നോട്ട് കോമൺ എടുക്കുക, ദാറ്റ് ഈസ് 1 മൈനസ് ഇ റൈസ് ടു മൈനസ് KT എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ ഉള്ള സോറിയുടെ എഴുതിയിട്ടുള്ള സംഭവം. ഓക്കെ, ഇനി ഇതെന്ത് ഉദ്ദേശിക്കുന്നത്? എ നോട്ട് മൈനസ് AT എന്ന് പറഞ്ഞാൽ AT എന്ന് പറഞ്ഞാൽ ഏതൊരു സമയത്തിനനുസരിച്ചുള്ള ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന ബാക്കി വന്നിട്ടുള്ള ആ ഒരു എന്താ റിയാക്റ്റൻറ്റ്. എ നോട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്, കറക്റ്റ്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ് റിയാക്റ്റൻസ് കൺസ്യൂംഡ് ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് മീൻസ് കൺസ്യൂംഡ് റിയാക്റ്റൻറ്റ് ടൈം ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ്. കാരണം എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് എന്ന് പറയാൻ കാരണം ഇതാ ഇ റൈസ് ടു KT മൈനസ് KT, അത് 1 മൈനസ് എന്ന രീതിയിൽ എഴുതിയിട്ടത്, അതുകൊണ്ടാണ് എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. അഥവാ ടൈമിൻ്റെ വാല്യൂ അത് ടൈമിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ടൈമിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇ റൈസ് ടു ആ ടേം 0ലേക്ക് പോകും. അത് 0ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കോൺസെൻട്രേഷൻ എ നോട്ടിലേക്ക് അടുക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ക്വസ്റ്റൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് OB ആണ്. നമുക്ക് ഒരു ഗ്രാഫ് വന്നിട്ട് റേറ്റും ടൈം തമ്മിൽ, ഓക്കെ, റേറ്റും ടൈമും തമ്മിൽ ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് OB കണ്ടെത്താനാണ് പറയുന്നത്. ഇൻ ദി ഗിവൺ ഗ്രാഫ് ഇഫ് ഹാഫ് ലൈഫ് ഓഫ് ദി റിയാക്ഷൻ ഈസ് 100 സെക്കൻഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും ഈ OB എന്ന് പറയുന്നത് എ നോട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് കണ്ടെത്താൻ പറയുന്നത്. എനിവേസ്, സോ അത് കണ്ടെത്തണമെങ്കിൽ എന്താണ്? ഹാഫ് ലൈഫ് വന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് എത്രയാണ്? Oയുടെ വാല്യൂ 0.5 ആണ്. അപ്പോൾ Oയുടെ വാല്യൂ 0.5 ദാറ്റ് ഈസ് K ഇൻറ്റു എ നോട്ട് ഇസ് ഈക്വൽ ടു 0.5. ഓക്കെ, ആൻഡ് ഓൾസോ 100 സെക്കൻഡ്സ് വന്നിട്ടുണ്ട്. എന്ത് ഹാഫ് ലൈഫ് പീരീഡ് 100 സെക്കൻഡ്സ്. സോ 100 ഇസ് ഈക്വൽ ടു 0.693 ബൈ K എന്ന് കിട്ടും. അങ്ങനെ ഇവിടുന്ന് Kയുടെ വാല്യൂ കിട്ടും. ഇവിടുന്ന് Kയുടെ വാല്യൂ സുഖമായിട്ട് കിട്ടും. Kയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എ നോട്ടിന് വാല്യൂ കിട്ടും, ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ആണ്, ഇവിടുന്ന് ചെയ്യുന്നില്ല ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ടി ഹാഫ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വന്നിട്ട് ln AT വേഴ്സസ് ടൈം ഗ്രാഫ്. അപ്പോൾ ആദ്യം ഒന്ന് മൈൻഡിൽ ln AT വേഴ്സസ് ടൈം ഗ്രാഫ് നോക്കി നോക്കുക. ദാറ്റ് ഈസ് ln A നോട്ട് മൈനസ് KT എന്ന ഫോർമാറ്റിലേക്കാണുള്ളത്. ഓൾ റൈറ്റ്, ഇവിടെ ഗിവൺ ഇൻഫോർമേഷൻ Oയുടെ വാല്യൂ 4 എന്ന് വന്നിട്ടുണ്ട്. Oയുടെ വാല്യൂ 4 ദാറ്റ് ഈസ് ln A നോട്ടിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ln A നോട്ടിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ അപ്പോൾ OB എന്നിട്ട് ln A നോട്ട് ബൈ K എന്നുള്ള കാര്യം അറിയാം. ഓൾ റൈറ്റ്, അതേപോലെ ln A നോട്ട് അത് രണ്ട് ഡിവൈഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി K കിട്ടാൻ. അപ്പോൾ OB ഡിവൈഡഡ് ബൈ OA ദാറ്റ് ഈസ് K, സോറി OA ഡിവൈഡ് ബൈ OB ദാറ്റ് ഈസ് K എന്ന് കിട്ടും. സോ Kയുടെ വാല്യൂ ഡയറക്റ്റ് രണ്ടും ഡിവൈഡ് ചെയ്തൊക്കെ കിട്ടും. ദാറ്റ് ഈസ് എത്രയാണ്? 5 × 10⁻⁴ എന്നുള്ള കിട്ടുന്നുണ്ട്. ശരി, Kയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടി ഹാഫ് വാല്യൂ കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. 0.693 ഡിവൈഡ് ബൈ K. ഓക്കെ, ബേസ്ഡ് ഓൺ ഗ്രാഫ് 2 അടുത്ത ക്വസ്റ്റൻ ആണ്. എന്താണ്? പ്രെഡിക്റ്റ് ദി ഓർഡർ ഓഫ് റിയാക്ഷൻ റേറ്റും കോൺസെൻട്രേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കാൽക്കുലേറ്റ് T99.9% ഓഫ് ഇത് നടത്താനാണ് പറയുന്നത്. T99.9 അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അത് 10 ടൈംസ് ടി ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ ടി ഹാഫിൻ്റെ വാല്യൂ 0.693 ഡിവൈഡഡ് ബൈ Kയുടെ വാല്യൂ സ്ലോപ്പ് 5 × 10⁻³ എന്നിട്ട് സ്ലോപ്പ് തന്നെയാണ് ഡെഫിനറ്റ്ലി എന്ത് റേറ്റ് കോൺസ്റ്റൻറ്റ്. സോ Kയുടെ വാല്യൂ 5 × 10⁻³ കിട്ടും. അത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? T99.9 കിട്ടും. ഓൾ റൈറ്റ്, അടുത്തെന്താണ്? കേസ് 2 ആണ്. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഒരു റിയാക്റ്റൻറ്റ് അത് പ്രോഡക്റ്റിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ വെച്ചാൽ മേ ബി ഒരു കോഎഫിഷ്യൻ്റ് ഒക്കെ ആവാം, അല്ലെ, ഒരു കോഎഫിഷ്യൻ്റ് ഒക്കെ ആവാം. സോ അത് പ്രോഡക്റ്റിലേക്ക് മാറുന്ന സമയത്ത് നമ്മളൊന്നും അധികം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 1/2യുടെ ഒരു എക്സ്ട്രാ എഫക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്ക്. ഇങ്ങനെ DA മൈനസ് DA ബൈ DT ഇസ് ഈക്വൽ ടു A ഇൻറ്റു K. എന്നിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാക്കുക വെച്ചാൽ നമ്മുടെ 0.693 ബൈ
0.693 എന്നാണ് എന്ത് ടി ഹാഫിൻ്റെ വാല്യൂ. അപ്പോൾ അവിടെ ആ കെയുടെ അപ്പുറം ഒരു എക്സ്ട്രാ 2യുടെ ഒരു എലമെൻറ്റും കൂടി വരുന്നുണ്ടെന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറൊരു പ്രശ്നമില്ല. അതേപോലെ AT = A0 × e−KT എന്നല്ല പറയല്. അപ്പോൾ ഇവിടെ ഒരു 2 എന്ന് പറയുന്ന കോഫിഷ്യൻ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ -2KT എന്നുള്ള രീതിയിലാണ് വരാമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് 2A + 3B എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് റിയാക്ട് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിലേക്ക് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിലേക്ക് മാറുന്നുണ്ട്. റേറ്റിന് വന്നിട്ടുണ്ട് ഈ രീതിയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് A1 B0 എന്നുള്ള ഫോർമാറ്റിലേക്കാണ്. ബിക്കോസ് എന്താ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അപ്പോൾ ബിയിൽ ഏതെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ 1/2 1/2 എന്ന രീതിയിലും ആവാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ടി ഹാഫ് വാല്യൂസ് ഓഫ് A ആൻഡ് B കണ്ടെത്താണ്. ടി ഹാഫ് വാല്യൂസ് ഓഫ് A കണ്ടെത്താന്ന് വെച്ചാൽ എന്താ, വളരെ സിമ്പിളാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു A കണ്ടെത്തുക, ദാറ്റ് ഈസ് 2 × -dA/dt ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്, = KA. അങ്ങനെ ഒന്ന് ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടിക്കാൻ ഡെഫിനറ്റ്ലി ടി ഹാഫ് വാല്യൂസ് ഓഫ് A കിട്ടാൻ 0.693 / 2 × K, ആൻഡ് കെയുടെ വാല്യൂ ഇറ്റ്സ് ഗിവൺ, ദാറ്റ് ഈസ് K എന്ന് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഒരു എക്സ്ട്രാ 2 വരുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൂ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഓക്കെ, പക്ഷേ ഇനി അടുത്ത പരിപാടിയാണ് ബിയുടെ റെസ്പെക്റ്റ് ഞാൻ ഇതേ പരിപാടി ചെയ്യാം. നമ്മൾ ഇൻ്റഗ്രേറ്റ് റേറ്റ് എക്സ്പ്രഷൻ ഡിഫറൻഷിയേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് കിട്ടാൻ. അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ ചെയ്യാണ് ഇവിടെ -dB/dt വെറുതെ എഴുതാൻ പറ്റില്ല, ഒരു 1/3 കോഫിഷ്യൻറ്റ് = K × A. റേറ്റിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇവിടെ നോക്കി, ഇവിടെ A എന്ന് പറഞ്ഞിട്ട് B എന്ന് പറഞ്ഞത് നേരത്തെ A ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്, അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ സംഭവിക്കുന്നത്, ഇനി എന്താ ചെയ്യാമെന്നല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം 2A. ഇനിയാണ് നമ്മൾ കുറച്ച് എന്താ ഇക്വിലിബ്രിയം രീതിയിൽ, ഇക്വിലിബ്രിയം അല്ല അവിടെയൊക്കെ ചെയ്ത ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A എന്ന് പറഞ്ഞിട്ടുണ്ട്, B എന്ന് പറഞ്ഞിട്ടുണ്ട്, 0. അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ ടൈമിൽ എന്താണ് സംഭവിക്കുക, A - x എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ A - 3/2x. കാരണം എന്താണ്, 2ക്ക് 3 ആണെങ്കിൽ എക്സിന് 3x/2 എന്ന രീതിയിൽ. എന്തുകൊണ്ടാണ്, കാരണം കോഫിഷ്യൻസ് അനുസരിച്ച് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, നമുക്ക് ആരുടെ ടി ഹാഫ് ആണ് ഇപ്പം കണ്ടെത്തേണ്ടത്, ബിയുടെ ആണ്. കാരണം എയുടെ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ബിയുടെ കണ്ടെത്തണം. ബിയുടെ കണ്ടെത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണോ, ഏതോ ഒരു ടൈമിൽ ബിയുടെ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ പകുതി ആയിരിക്കണം അല്ലേ. ഇവിടെ ബി എന്നാണ് വേണ്ടത്, തെറ്റിപ്പോയി, ഇവിടെ ബി ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ ടൈമിൽ അറ്റ് ടി ഹാഫ് എന്ന് പറഞ്ഞ ടൈമിൽ ബിയുടെ കോൺസെൻട്രേഷൻ ബിയിൽ നിന്ന് B/2 മാറണം. B/2 മാറുകയും വേണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു B - 3/2x ഇത് ഏതോ ഒരു ടൈമിലുള്ള സംഭവമാണ്. അപ്പോൾ B - 3/2x = B/2. സോ എന്താണ് 2B - 3x/2 = B/2. അപ്പോൾ 2 കട്ടായി. അങ്ങനെ x അല്ല 3x = B എന്ന് കിട്ടും, x = B/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, x = B/3 ഇനി ഇത് ചെയ്യേണ്ട വലിയ ഐഡിയ ഉണ്ടാവും. നമുക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് എക്സ്പ്രഷന് ആരുമായിട്ടാണ് ബന്ധമുള്ളത്, A ആയിട്ടാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ -dA/dt എന്ന ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ln A0/AT = KT എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേറൊരു കാര്യം കിട്ടുന്നത്, ദാറ്റ് ഈസ് AT = A0 × e−2KT. എന്തുകൊണ്ട് 2 ഇവിടെ 2 എന്ന് പറഞ്ഞാൽ കോഫിഷ്യൻ ഉള്ളതുകൊണ്ട് 2KT എന്ന ഇക്വേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. KT എന്ന് പറഞ്ഞാൽ ഏതൊരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ, ഏതൊരു പർട്ടിക്കുലർ ടൈമിലെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് A - x, റൈറ്റ്. സോ അതാണ് A - x. അങ്ങനെ ആകുമ്പോൾ A - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻറ്റു e−2KT എന്ന് പറയുന്നതിന് തെറ്റുണ്ടോ, ഇല്ല. അങ്ങനെ നമുക്ക് കിട്ടുന്ന സംഭവമാണ്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അത് ഗിവൺ ആണ്, A ആണ്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് എന്താണ്, A കോമൺ എടുക്കാം, 1 - e−2KT എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇതാണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ബിയുടെ കോൺസെൻട്രേഷൻ B/2 ആയപ്പോൾ കിട്ടിയ എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് B/3 ആണ്. അപ്പോൾ ആ ഒരു എക്സിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ടൈം ആയിരിക്കൂലേ ബിയുടെ ടി ഹാഫ് എന്ന് പറഞ്ഞത്, കറക്റ്റാണ്. സോ ആ ഒരു എക്സിൻ്റെ വാല്യൂ A × 1 - e−2KT അതൊരു എക്സ് ആണ്. ആ എക്സ് നമ്മൾ എന്തിലേക്ക് കിട്ടും, x = B/3 എന്നുള്ള സംഭവത്തിൽ ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ടൈം ആയിരിക്കും ടി ഹാഫ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് പറയാൻ പറ്റും. ഒന്ന് ഫെർദർ കാൽക്കുലേറ്റർ കിട്ടിയത് ടി ഹാഫ് ഓഫ് ബി = 1/2k × ln 3a - b / 3 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സന്തോഷം. ഇനി ടി ഹാഫ് ഓഫ് എയും ടി ഹാഫ് ഓഫ് ബിയും എപ്പോഴാണ് ഈക്വൽ ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടിൻ്റെയും ടി ഹാഫ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2k രണ്ടിനും പോയി,
2k പോയി അപ്പോൾ എൽ എൻ ക്യാൻസൽ. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു 3a ഡിവൈഡ് ബൈ 3a മൈനസ് ബി. അങ്ങനെ കാൽക്കുലേറ്റ് മനസ്സിലാവും എന്താണ് a ബൈ ബി എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ അതെന്ന് പറഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എന്താണ് അവർ രണ്ടാളെയും എന്താണ് ടി ഹാഫ് സെയിം ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ച സംഭവമാണ്. എന്താണ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ, ഏത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആയിക്കോട്ടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേഷ്യോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2 എന്ന റേഷ്യോ അല്ല 1:2 എന്നല്ല അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ റേഷ്യോ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും രണ്ടുപേരുടെയും ടി ഹാഫ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.